ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെ മലയാള സിനിമയാണ് ചത്ത പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ നായർ, ഇഷാൻ ഷൗകത്ത്, സിദ്ദീഖ്, ലക്ഷ്മി മേനോൻ, മമ്മൂട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ ഞായറാഴ്ചയുടെ 4 ദിവസം പിന്നിട്ട് 5-ാം ദിവസമായ റിപ്പബ്ലിക് ദിനമായ തിങ്കളാഴ്ചയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ആദ്യം 3 ദിവസം കൊണ്ട് കേരളത്തിൽ 8 കോടി 16 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കളക്ട് ചെയ്തത് 2 കോടി 75 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ വീക്കെൻഡ് കേരള കളക്ഷനായി ഈ സിനിമ 10 കോടി 91 ലക്ഷം രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 10 കോടി 91 ലക്ഷം രൂപയുടെ കേരള ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററും ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 5 കോടി 6 ലക്ഷം രൂപയാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 25 കോടി 21 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി 5-ാം ദിവസവും റിപ്പബ്ലിക് ദിനവും കൂടിയായ ഇന്ന് തിങ്കളാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 2-2.5 കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 13 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 5 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 30 കോടി റേഞ്ചിലുമാണ്. നിവിൻ പോളി നായകനെ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ബേബി ഗേൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ഈ സിനിമയിൽ സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ, ലിജോ മോൾ ജോസ്, അതിഥി രവി, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച കേരളത്തിൽ 80 ലക്ഷം രൂപയും 2-ാം ദിവസമായ ശനിയാഴ്ച 72 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്യുന്നത്. അതേസമയം 3-ാം ദിവസമായ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 90 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കോടി 42 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരളത്തിൽ 3 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ നിന്ന് 3 ദിവസം കൊണ്ട് 29 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 14 ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. ആദ്യ 3 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 3 കോടി രൂപയാണ്. വിദേശത്ത് നിന്ന് 3 ദിവസം കൊണ്ട് $1,60,000 കളക്ട് ചെയ്തത്, അതായത് 1 കോടി 46 ലക്ഷം രൂപ. അങ്ങനെ 4 കോടി 46 ലക്ഷം രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ബേബികൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 4-ാം ദിവസവും റിപ്പബ്ലിക് ദിനവും കൂടിയായി ഇന്ന് തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ കേരളത്തിൽ ഇന്ന് 60-65 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ ഏകദേശം 3 കോടി 10 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 5 കോടി 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നിവിൻ പോളിയുടെ സർവമായ തിയേറ്ററിലെത്തിയിട്ട് 33 ദിവസമാണ് ഇന്ന് തിങ്കളാഴ്ചയോടെ പിന്നിടുന്നത്. സിനിമ 32-ാം ദിവസമായ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 52 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ 76 കോടി 86 ലക്ഷം രൂപയാണ് ഈ സിനിമ ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുള്ളത്. 33-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയും ഈ സിനിമ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 45-50 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 77 കോടി 30 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ 33 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് വൈഡ് കളക്ഷനായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരുന്നത് 147 കോടി 76 ലക്ഷം രൂപയാണ്. ഇന്ന് തിങ്കളാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 148 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. 1997 തിയേറ്ററിലെത്തിയ JP ദത്തയുടെ ബോർഡർ എന്ന സിനിമയുടെ 2-ാം ഭാഗമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 70,000-75,000 ടിക്കറ്റുകൾ വരെയാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അനുരാഗ് സിംഗ് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സണ്ണി ഡിയോൾ, വരുൺ ധവൻ, ആഹാൻ ഷെട്ടി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ 3 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 46 ലക്ഷം രൂപയാണ്. 3 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ 117 കോടി 50 ലക്ഷം രൂപയും ഗ്രോസ് കളക്ഷൻ 141 കോടി രൂപയുമാണ്. വിദേശത്ത് നിന്ന് 16 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ലോകമെമ്പാടുമായി ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ 157 കോടി രൂപ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇനി 4-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ ലോകമെമ്പാടുമായി 75 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് കളക്ഷനായി 225-230 കോടി റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 150-200 കോടി റേഞ്ചിലാണ്. 2025 ബോളിവുഡിന് മാത്രമല്ല ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത് കൊടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 52 ദിവസം കൊണ്ട് കേരളത്തിൽ 8 കോടി 54 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 998 കോടി 20 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. 52 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1292 കോടി രൂപയുമാണ്. നാദൃഷ സംവിധാനം ചെയ്ത മാജിക് മഷ്റൂം എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 4 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സിദ്ധാർത്ഥ ഭരതൻ, ജാഫർ ഇടുക്കി, അജു വർഗീസ്, അൽതാഫ് സലിം, ജോണി ആന്റണി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 19,75,000 രൂപയാണ്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 55,40,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 4-ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 ലക്ഷം റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 75 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നിഖില വിമൽ നായകനായി ഫെബിൻ സിദ്ധാർത്ഥ സംവിധാനം ചെയ്ത പെണ്ണ് കേസ് തിയേറ്ററിലെത്തിയിട്ട് 3-ാമത്തെ തിങ്കളാഴ്ച കൂടിയ 17 ദിവസമാണ് പിന്നിടുന്നത്. ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 16 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഈ സിനിമ 2 കോടി 8 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2 കോടി 58 ലക്ഷം രൂപയുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.